ബേബി. അവളുടെ കഴുത്തിലേക്ക് മുഖം പൊഴുത്തിക്കൊണ്ടവൻ വശ്യതയോടെ വിളിച്ചു. പതിയെ അവിടം തൻ്റെ ചുണ്ടിനാലും നാവിനാലും തഴുകി മുന്നോട്ടുള്ള യാത്രയ്ക്കായി അവളെ സജ്ജമാക്കി. ഇരുവരുടെയും കുറുകലുകളും സീൽക്കാരങ്ങളും ആ മുറിയിൽ നിറഞ്ഞു നിന്നു. അവൻ്റെ കൈകൾ അവളുടെ ഉയർച്ച താഴ്ചകളെ തൊട്ടും തലോടിയും മുറുക്കിയും മുന്നേറി. അവൻ്റെ ചുണ്ടുകൾ പതിയാത്തൊരിടം പോലും അവളിൽ ഇല്ലാതായി. കാശേട്ടാ, ബേബി. ഇരുവരും പരസ്പരം പ്രണയിച്ചും കാമിച്ചും മുന്നേറി. സമയം മുന്നോട്ടു പോകെ അവളൊന്ന് വെട്ടിവിറച്ചതും അവളുടെ ചുണ്ടുകളെ അപ്പാടെ നുണഞ്ഞുകൊണ്ട് അവളിലേക്ക് തന്നെ ചേർത്ത് വെച്ചു. നിമിഷങ്ങൾ കടക്കവേ കിതപ്പോടെ അവൻ അവളിലേക്ക് തളർന്നു വീണു. കാശേട്ടാ. പ്രണയവീഴ്ചയ്ക്ക് ശേഷം അവൻ്റെ നെഞ്ചിൽ മുഖമമർത്തി കിടക്കുമ്പോൾ പെട്ടെന്ന് ഓർത്തതുപോലെ അവൾ വിളിച്ചു. ആ, ഇന്ന് അമ്മു എന്നോടൊരു കാര്യം പറഞ്ഞു. അവൾക്ക് ഏട്ടനോടൊരു താല്പര്യമുണ്ടെന്ന്. ഹീ ലൈക്സ് ഹർ ടു. ആണോ? പാറു അത്യധികം സന്തോഷത്തോടെ തിരക്കി. പക്ഷേ പാറൂട്ടൻ ഇത് പറയാൻ നിൽക്കണ്ട. അവനായി തന്നെ അവളോട് മനസ്സ് തുറക്കട്ടെ. പാറു വീണ്ടും എന്തോ പറയാൻ തുടങ്ങുമ്പോഴാണ് ബേബി ബെഡിൽ കിടന്ന് തുമ്പി ചിണുങ്ങുന്നത്. ഞാൻ നോക്കിക്കോളാം, നീ ഫ്രഷായിട്ട് വാ. ബെഡിൽ അലസമായി കിടന്ന ഷോർട്ട്സ് എടുത്ത് ധരിച്ചുകൊണ്ട് അവൻ തുമ്പിയെ എടുത്ത് നെഞ്ചോട് ചേർത്തു. പ്രിൻസസ്. അവളുടെ ഉണ്ടക്കവളിൽ പതിയെ ചുംബിച്ചുകൊണ്ട് വിളിച്ചു. അമ്മ ഇപ്പോൾ വരും പൊന്നെ. അവിടെ പുറത്ത് പതിയെ തട്ടിക്കൊണ്ടവൻ അവളുമായി പതിയെ മുറിയിലൂടെ നടന്നു തുടങ്ങി. പിറ്റേ ദിവസം ജഗനാണ് അമ്മുവിനെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ കൊണ്ടുപോയത്. തിരികെ അവർ വൈകിട്ടാണ് വന്നത്. കിച്ചണിൽ എന്തോ ജോലിയിലായിരുന്ന പാറുവിനെ പിന്നിൽ നിന്നും അമ്മു കെട്ടിപ്പിടിച്ചതും അവൾ നല്ലവണ്ണം ഞെട്ടി. പേടിച്ചു പോയോടി പെണ്ണെ? ഇത് ഞാനാടി. മനുഷ്യനിപ്പോൾ പേടിച്ച് ചത്തേനെ. പിന്നെ ഒന്ന് പോടി. അല്ല, നീ എന്താ കിച്ചണിലെ? അവരെന്തിയേ? ഉച്ച കഴിഞ്ഞപ്പോൾ വീട്ടിൽ പോയി. എന്തോ അത്യാവശ്യമുണ്ടെന്ന് പറഞ്ഞു. അവരത് പറഞ്ഞപ്പോൾ നീ സമ്മതിച്ചു. ഏകദേശം ജോലിയൊക്കെ തീർത്തിട്ടാ അവർ പോയത്. പാറൂസേ. ചായ വയ്ക്കുന്നവളുടെ പിന്നിൽ നിന്ന് കെട്ടിപ്പിടിച്ചുകൊണ്ട് അമ്മു കൊഞ്ചലോടെ വിളിച്ചതും പാറു അവളെ ഒരു സംശയത്തോടെ നോക്കി. എന്താണ്? അതില്ലേ, അങ്ങേരെന്നെ പ്രപ്പോസ് ചെയ്തടി. അമ്മു നാണത്തോടെ പറഞ്ഞതും പാറു ചിരിച്ചു പോയി. ഈ എക്സ്പ്രഷൻ്റെ പേര് നാണമെന്നാണോ അമ്മു? പണ്ടത്തെ എൻ്റെ പാറു എന്ത് പാവായിരുന്നു. ഇപ്പോൾ അങ്ങേരുടെ കൂടെ കൂടി നിനക്കിത്തിരി നാവ് വെച്ചിട്ടുണ്ട്. എനിക്കെന്താ, നാണിച്ചൂടെ? എന്നിട്ട് നീ യെസ് പറഞ്ഞില്ലേ? പിന്നെ അതൊക്കെ പറഞ്ഞു. ഞങ്ങളുടെ ഫസ്റ്റ് കിസ്സും. ബാക്കി പറയുന്നതിന് മുന്നേ പാറു അവളുടെ വായ പൊത്തി. എനിക്കൊന്നും കേൾക്കണ്ട, നാണില്ലാത്ത പെണ്ണ്. ദൈവമേ, എൻ്റെ ഏട്ടനെ കാത്തോളണേ. പാറു പറഞ്ഞതും അമ്മു അവളെ കപടദേഷ്യത്തോടെ നോക്കി. ഇതേ സമയം ജഗനും ദേവിനോട് കാര്യങ്ങൾ പറയുകയായിരുന്നു. ദിവസങ്ങളും മാസങ്ങളും കടന്നുപോയി. ദേവും ജഗനും പോയി കഴിഞ്ഞാൽ അവിടം അമ്മയുടെയും മോളുടെയും ലോകമാണ്. തുമ്പിയുടെ കുസൃതിയും കൂടി വന്നു. ഇടയ്ക്ക് ആദിയും ക്രിസ്റ്റിയും വിനുവും ഒക്കെ കൂടി അവിടെ ഒത്തുകൂടും. വീടിൻ്റെ മുക്കിലും മൂലയിലും തുമ്പിയുടെ ടോയ്സ് നിറഞ്ഞു. ദേവും ജഗനും ഓഫീസിൽ നിന്ന് വരുമ്പോൾ തുമ്പിക്കായി എന്തെങ്കിലും കയ്യിലുണ്ടാകും. പാറു എത്ര പറഞ്ഞാലും ദേവും ജഗനും അതൊന്നും കേൾക്കാറില്ല. തുമ്പിയുടെ എല്ലാ കുരുത്തക്കേടിനും മുന്നിൽ തന്നെ കൂട്ടായി ജഗനും ഉണ്ടാകും. ഗഗ്ഗ എന്നുള്ള വിളിയിൽ ജഗൻ അലിഞ്ഞു പോകും. നിന്നോടാ തുമ്പി ഞാൻ ചോദിക്കുന്നത്, ഇതെന്താണ്? പൈഡമാൻ. അവൾ കൂസലില്ലാതെ പറഞ്ഞതും ജഗനിൽ ചിരി പൊട്ടി. ഏട്ടാ, തുമ്പി നീ എന്തിനത് നശിപ്പിച്ചത്? ഇന്നലെ കൊണ്ട് വന്നതല്ലേ ഉള്ളൂ. പാവം. അത്രയും നിഷ്കളങ്കതയോടെയാണ് പറച്ചിൽ. അത് കേട്ടതും ജഗൻ പൊട്ടിച്ചിരിയോടെ അവളെ എടുത്ത് വട്ടം കറക്കി. നിങ്ങൾ രണ്ടുപേരും കൂടെ ആ പെണ്ണിനെ വഷളാക്കുന്നത്. എൻ്റെ പാറു, നീ ഇങ്ങനെ ടിപ്പിക്കൽ തള്ളയാകല്ലേ. എൻ്റെ കുഞ്ഞു പാവം. അവൾക്ക് സ്പൈഡർമാൻ്റെ ബോഡിയും സൂപ്പർമാൻ്റെ തലയുമുള്ള ടോയ് കിട്ടാത്തത് കൊണ്ട് എൻ്റെ കുഞ്ഞ് അതൊന്നും ഉണ്ടാക്കാൻ നോക്കിയതല്ലേ. തുമ്പിയുടെ കയ്യിലിരിക്കുന്ന സ്പൈഡർമാൻ്റെ തല നോക്കുമ്പോൾ കഷ്ടം തോന്നിയെങ്കിലും അവൻ പറഞ്ഞു. ഞാനൊന്നും പറയുന്നില്ല, എന്തെങ്കിലും കാണിക്ക്. അതും പറഞ്ഞുകൊണ്ട് അവൾ ദേഷ്യത്തിൽ തിരിഞ്ഞു നടന്നു. ഓ പോയി, പിണങ്ങിപ്പോയി. അതും പാടിക്കൊണ്ട് ജഗൻ തുമ്പിയെടുത്ത് പുറത്തേക്ക് നടന്നു. ഗഗ്ഗ, ബീറ്റു. എൻ്റെ ബബ്ലുവിന് ബീച്ചിൽ പോണോ? പോവാലോ. അവർ അങ്ങോട്ട് പോകാൻ നിൽക്കുമ്പോഴാണ് ദേവു വരുന്നത്. അവൻ സത്യയെ കണ്ടിട്ട് വരുന്ന വഴിയാണ്. അവനെ കണ്ടതും ഒരു നിമിഷം വൈകാതെ അവനിലേക്ക് ചാഞ്ഞു. ബീച്ചിൽ പോകുക പ്രിൻസസ്?
ഒന്നും പറയണ്ട, പാറു ഇച്ചിരി കലിപ്പിലാണ്. വാട്ട് ഹാപ്പൻ? ഇന്നലെ കൊണ്ടുവന്ന സ്പൈഡർമാൻ ടോയ് ഇല്ലേ, അതിൻ്റെ തല വേറെ ഉടൽ വേറെ ആക്കിയിട്ടുണ്ട് നിന്റെ രാജകുമാരി. എന്നിട്ട് അവിടെ സൂപ്പർമാൻ്റെ തലയെടുത്ത് വെക്കുന്നത് കണ്ട് പാറുവിന് ദേഷ്യം വന്നില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. ജഗൻ പറഞ്ഞതും ദേവു പാറുവിനെ ഒന്ന് നോക്കി. തന്നെപ്പറ്റി എന്തോ പറഞ്ഞെന്ന് മനസ്സിലായിട്ടോ എന്തോ. ആ നിമിഷം തന്നെ ദേവിൻ്റെ മുഖം മുഴുവനും കുറുമ്പി ഉമ്മ കൊണ്ട് മൂടി. സോപ്പിങ്ങിൻ്റെ കാര്യത്തിൽ എൻ്റെ പെണ്ണാണ് മുന്നിലെന്നാ ഞാൻ കരുതിയത്. പക്ഷേ ഈ കുരുപ്പ് അതിനെ കടത്തിവിട്ടു. ജഗൻ പറഞ്ഞതും ദേവി ചിരിയോടെ തുമ്പിയെ എടുത്തുയർത്തി അവളുടെ കുഞ്ഞി കുമ്പയിൽ മുഖമുരസിയതും തുമ്പി പൊട്ടിച്ചിരിച്ചു. ദേവു റൂമിലേക്ക് ചെല്ലുമ്പോൾ പാറു എന്തൊക്കെയോ പെരുപ്പെരുത്തുകൊണ്ട് തുമ്പി നിരത്തിയിട്ടിരിക്കുന്ന ടോയ്സ് എല്ലാം എടുത്തു വെക്കുകയാണ്. ദേവു വന്നത് അവൾ അറിഞ്ഞിട്ടില്ല. അവനവളെ ഉറ്റുനോക്കിക്കൊണ്ട് ഷർട്ടിൻ്റെ ബട്ടൺസ് ഓരോന്നായി ഊരിക്കൊണ്ട് അവൾക്കരികിലേക്ക് ചുവട് വെച്ചു. പിന്നിലറിഞ്ഞ സാന്നിധ്യത്തിൽ പാറു എന്തോ പറയാനായി തിരിഞ്ഞതും ദേവ അവളെ അപ്പാടെ എടുത്ത് ഭിത്തിയിലേക്ക് ചേർത്ത് നിർത്തി അവളുടെ ചുണ്ടുകളിലേക്ക് ചേർന്ന് ആഴ്ന്നിറങ്ങി. നിമിഷങ്ങൾ നീണ്ടു നിന്ന ചുംബനം. കാശിയേട്ടാ, അവളുടെ കിതപ്പോടെ വിളിച്ചു. ഉഫ്, ദ സ്മെൽ. അതും പറഞ്ഞുകൊണ്ട് അവളുടെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തി അവളുടെ ഗന്ധം ആഞ്ഞു ശ്വസിച്ചു. കാശിയേട്ടാ. സോറി ബേബി, ഐ കാണ്ട്. അതും പറഞ്ഞുകൊണ്ട് അവളെ എടുത്തുയർത്തി വാഷ്റൂമിലേക്ക് നടന്നു. രാത്രി ഫുഡ് കഴിച്ച ശേഷം ബാൽക്കണിയിലിരുന്ന് കുറച്ചു നേരം സംസാരിക്കുന്നത് ഇപ്പോൾ ഒരു ശീലമാക്കിയിട്ടുണ്ട് ദേവും പാറുവും ജഗനും. തുമ്പിക്കുട്ട, അമ്മുൻ്റെ പൊന്നല്ലേ, ഒരെണ്ണം കൊടുത്താൽ മതി. യാ. അമ്മു പറഞ്ഞ നിമിഷം തന്നെ തുമ്പിയുടെ മറുപടി എത്തിയിരുന്നു. അമ്മുവുമായുള്ള വീഡിയോ കോളിലാണ്. അവൻ്റെ മടിയിൽ തന്നെ തുമ്പിയും ഇരിക്കുന്നുണ്ട്. അവരുടെ നേരെ ഓപ്പോസിറ്റായി പാറുവും അവളുടെ മടിയിൽ തലവെച്ച് കിടന്നുകൊണ്ട് ദേവുമുണ്ട്. അവൻ ഫോണിലാണ്. അയ്യേ, അമ്മു ചമ്മിപ്പോയി. എൻ്റെ കൊച്ചിനെ കൊണ്ട് എന്നെ ഇടിപ്പിക്കാൻ നീ ഒന്നുകൊണ്ട് ജനിക്കണം മോളെ മൃദുലേ. പോടാ പട്ടി. ഡീ ഡീ. ജഗൻ വിളിക്കുന്നത് കേട്ട് തുമ്പിയും അത് ഏറ്റുപിടിച്ചു. നീ കൊള്ളാലോടി കുരുപ്പേ, നോക്കിക്കോ. ഇനി ഞാൻ വരുമ്പോൾ വേറെ കുഞ്ഞാവയ്ക്ക് ചോക്ലേറ്റും ടോയ്സും ഒക്കെ വാങ്ങിക്കൊടുക്കും, നിനക്ക് തരില്ല. അമ്മു പറഞ്ഞതും തുമ്പി ചുണ്ട് മലർത്തിക്കൊണ്ട് ജഗനെ നോക്കി. അയ്യോടാ, എൻ്റെ പൊന്നിന് ഗഗ്ഗം മേടിച്ചു തരാട്ടോ, അവളുടെ ഉണ്ടക്കവളിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് ജഗൻ പറഞ്ഞു. പാറു അവരെ ഒരു ചിരിയോടെ നോക്കിക്കൊണ്ട് മുഖം താഴ്ത്തിയപ്പോഴാണ് തന്നിൽ തന്നെ മിഴികൾ നട്ട് കിടക്കുന്നവനെ കാണുന്നത്. വശ്യത നിറഞ്ഞ ആ നോട്ടത്തിൽ അവളൊന്ന് വിറച്ചുപോയി. അവളുടെ ചുണ്ടിലെ പുഞ്ചിരി മാഞ്ഞു. കാശേട്ടാ, അവളൊരു വിറയലോടെ വിളിച്ചു. അവളുടെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കി മൂളുന്നതിനോടൊപ്പം പെരുവിരലാൽ അവളുടെ ഇളം ചുണ്ടിൽ അമർത്തി. പാറുവിൻ്റെ കണ്ണുകളൊന്നു പിടഞ്ഞു. ബേബി. ഡാ. ജഗൻ്റെ വിളിയിൽ പാറുവാണ് ഞെട്ടിയത്. എന്തോന്നടാ ഇത്? നിനക്ക് നാണമില്ലെങ്കിലും എനിക്കത് അത്യാവശ്യത്തിലധികം ഉണ്ട്. ജഗൻ പറഞ്ഞതും പാറു നന്നായി ചമ്മി. ദേവന് പിന്നെ ഇതൊന്നും തന്നോടല്ല എന്ന ഭാവമാണ്. നീ വച്ചോടി, അല്ലെങ്കിൽ ഇവനെവിടെ മണിയറയാക്കും, അമ്മുവിനോട് പറഞ്ഞ ശേഷം അവൻ കോള് കട്ട് ചെയ്തു. അപ്പോൾ തന്നെ ജഗൻ്റെ മടിയിൽ നിന്ന് ഊർന്നിറങ്ങി തുമ്പി പതിയെ കുണുങ്ങി ദേവിൻ്റെ അരികിലേക്ക് ചെന്നു. ആ നിമിഷം തന്നെ അവളെ എടുത്ത് തൻ്റെ വയറിലേക്ക് ഇരുത്തി. പാ ദേ ദേ 3. ആകാശത്ത് തെളിഞ്ഞു നിൽക്കുന്ന ചന്ദ്രനെ നോക്കി പറഞ്ഞുകൊണ്ട് അവൾ കൈകൊട്ടി ചിരിച്ചു. പ്രിൻസസ്. ദേവ് അവളുടെ ഉള്ളം കൈയിൽ ചുംബിച്ചുകൊണ്ട് വിളിച്ചതും അവൻ്റെ താടിരോമങ്ങൾ കൊണ്ട് ഇക്കിളിയായി അവൾ കുടുകുടെ ചിരിച്ചു. നീ ദേവിനൊപ്പം പോണമെന്നാണ് പാറു എൻ്റെ അഭിപ്രായം. നിൻ്റെയും കൂടെ ഫാമിലിയാണ്. മാത്രമല്ല, പാട്ടി തുമ്പിയെ കാണാൻ അത്രയും ആഗ്രഹിക്കുന്നുണ്ട്. ഏട്ടാ, എനിക്ക്. പാറു എന്ത് പറയണമെന്നറിയാതെ വിയർത്തു. ദേവ് കഴിഞ്ഞ ദിവസം സത്യയെ കണ്ട് മടങ്ങും നേരം അയാൾ ഒരു കാര്യം അവനോട് ആവശ്യപ്പെട്ടിരുന്നു. ദേവിൻ്റെ മുത്തശ്ശി, അതായത് സത്യമൂർത്തിയുടെ അമ്മയ്ക്ക് പാർവതിയെയും കുഞ്ഞിനെയും കാണണമെന്ന്. വാർദ്ധക്യ സഹജമായ രോഗങ്ങളാൽ കിടപ്പിലാണ് അവർ. ദേവ് ഒന്നും മിണ്ടാതെ പാറുവിനെ നോക്കുക മാത്രമാണ് ചെയ്തത്. നീ വേറെ ഒന്നും ചിന്തിക്കണ്ട, ഇവൻ കൂടെ ഉണ്ടാകില്ലേ? അവിടെ ചെന്ന് അവരെ ഒന്ന് കണ്ടു മടങ്ങുക. അങ്കിൾ പറഞ്ഞത് വെച്ച് പാട്ടിയുടെ അവസ്ഥ അല്പം മോശമാണ്. പിന്നീട് നിനക്ക് ഇങ്ങനെയൊരു കൂടിക്കാഴ്ച നടന്നില്ലല്ലോ എന്നോർത്ത് ദുഃഖിക്കേണ്ടി വരരുത്. ജഗൻ പറഞ്ഞത് കേട്ട് അല്പം നേരം ചിന്തിച്ച ശേഷം അവൾ പോകാമെന്ന് സമ്മതിച്ചു. സത്യം പറഞ്ഞാൽ ജഗന് അപ്പോഴാണ് അല്പം സമാധാനമായത്. കാരണം എങ്ങനെയെങ്കിലും അവരെ കൊണ്ടുവരണമെന്ന് സത്യ ജഗനോട് ആവശ്യപ്പെട്ടിരുന്നു. ദൈവമുണ്ടെന്ന് പറയുന്നത് വെറുതെയല്ല പാറു. നിന്നോട് ചെയ്തതിൻ്റെ ഫലമാണ് അവരിപ്പോൾ അനുഭവിക്കുന്നത്. അമ്മു പറയുമ്പോൾ പാറു നിർവികാരതയോടെ കേട്ടു നിന്നു.
മധു എന്നോ മറ്റോ ആണ് ചന്ദനയെ കൊണ്ടുപോയ ആളുടെ പേര്. അവരുടെ തന്നെ കടയിൽ ജോലി ചെയ്യുമായിരുന്നു. മധുചേട്ടനോ? ആളുടെ കല്യാണം കഴിഞ്ഞതല്ലേ? പാറു വിശ്വസിക്കാനാകാതെ തിരക്കി. അതിനെയൊക്കെ അവൾക്ക് വേണ്ടി അയാൾ ഉപേക്ഷിച്ചു. വർഷങ്ങളായുള്ള പ്രണയമായിരുന്നെന്ന്. അവൾക്ക് 18 വയസ്സാവാൻ കാത്തിരുന്നതാ. അത്രയും കഴപ്പ് കയറി നിൽക്കുമായിരുന്നു. എന്തായാലും അവളേക്കാൾ ഭേദം സാന്ദ്ര തന്നെയാ. അമ്മ പറയുന്ന കാര്യങ്ങളെല്ലാം പാറു അവിശ്വസനീയതയോടെ കേട്ടു നിന്നു. സാന്ദ്ര അമ്മുവിനെ പാറുവിൻ്റെ കാര്യം തിരക്കി വീണ്ടും കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചിരുന്നു. അങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് കാര്യങ്ങളെല്ലാം അറിയുന്നത്. പാറുവിൻ്റെ ചെറിയച്ഛൻ ജയപാലൻ ശരീരം തളർന്ന് കിടപ്പിലാണ്. അയാളുടെ രണ്ടാമത്തെ മകൾ ചന്ദന അയാളുടെ കടയിലെ ജോലിക്കാരനൊപ്പം ഒളിച്ചോടിപ്പോയി. അത് അയാളെയും കുടുംബത്തെയും നന്നേ തളർത്തി. കടുത്ത അപമാനം മൂലം അയാൾ പുറത്തേക്കിറങ്ങാതായി. കൂടാതെ മദ്യപാനവും. പോകെ പോകെ അയാളുടെ അഭാവത്തിൽ അയാളുടെ ഷോപ്പ് നഷ്ടത്തിലാകുകയും വൈകാതെ അടച്ചു പൂട്ടുകയും ചെയ്യേണ്ടി വന്നു. അതിൽ മനം നൊന്ത് അയാൾ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതാണ്. അയാളുടെ ഭാഗ്യമോ നിർഭാഗ്യമോ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എങ്കിലും ശരീരം തളർന്നുപോയി. എല്ലാം കൊണ്ടും ജയപാലനും കുടുംബവും തകർന്നു. ഇപ്പോൾ സാന്ദ്ര ജോലിക്ക് പോയി ലഭിക്കുന്ന പൈസ കൊണ്ടാണ് കുടുംബം മുന്നോട്ട് പോകുന്നത്. സാന്ദ്രയ്ക്ക് ഒരു വിവാഹാലോചന. അവൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിലെ മാനേജറാണ്. വിവാഹം നടത്തുന്നതിനും ജയപാലൻ്റെ തുടർ ചികിത്സയ്ക്കുമായി വീടിനോട് ചേർന്നുള്ള 50 സെൻറ്റ് സ്ഥലം വിൽക്കാൻ ശ്രമിക്കുമ്പോഴാണ് അത് പാർവതിയുടെ പേരിലാണെന്നുള്ള ഞെട്ടിക്കുന്ന സത്യം അവർ മനസ്സിലാക്കുന്നത്. അതിനുവേണ്ടിയാണ് ഇപ്പോൾ പാർവതിയെ തേടി നടക്കുന്നത്. നീ എന്താ പാറു ഒന്നും മിണ്ടാത്തേ? എന്താ നിന്റെ തീരുമാനം? എനിക്കറിയില്ല അമ്മു. തോന്നി നിന്റെ മറുപടി ഇതായിരിക്കുമെന്ന്. നന്മമരം കളിക്കാൻ വല്ല ഉദ്ദേശമുണ്ടോ നിനക്ക്? എനിക്കൊന്നും അറിയില്ല അമ്മു. സത്യം പറഞ്ഞാൽ അവിടേക്കൊരു തിരിച്ചുപോക്ക് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ചെറിയച്ഛൻ്റെ ഈ അവസ്ഥയിൽ എനിക്ക് സങ്കടമുണ്ട്. മക്കളെന്ന് വെച്ചാൽ ജീവനായിരുന്നു അയാൾക്ക്. പിന്നെ എന്നോട് പെരുമാറിയത്. സ്വന്തം അച്ഛനില്ലാത്ത സ്നേഹം എന്തിനു ഞാൻ നൽകണമെന്ന് ചെറിയച്ഛൻ ചിന്തിച്ചതിൽ അതിന് തെറ്റു പറയാൻ പറ്റുമോ? നീ എന്തായാലും കാശിയോട്ടനോട് കൂടെ ആലോചിച്ചിട്ട് തീരുമാനമെടുക്ക്. തൽക്കാലം നിന്നെപ്പറ്റി ഒന്നും ഞാൻ സാന്ദ്രയോട് പറഞ്ഞിട്ടില്ല. പാറു പതിഞ്ഞൊന്നു മൂളി. ആഡംബരം വിളിച്ചോതുന്ന വലിയൊരു ഇരുനില വീടിൻ്റെ മുന്നിലായി വന്നു നിന്നതും അതുവരെ തോന്നാത്തൊരു ഭയം പാറുവിനെ പിടികൂടി. ബേബി, അവളുടെ തോളിലൂടെ കൈയിട്ട് നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ വിളിച്ചതും അത്ര നേരം അനുഭവപ്പെട്ട ഭയം എങ്ങോ ഓടി ഒളിച്ചു.